നെടുങ്കണ്ടം പരിവർത്തനമേട് മുരുകൻചോലയിൽ അയൽവാസി അനധികൃതമായി പാറ പൊട്ടിക്കുന്നതിനെ തുടർന്ന് വീടിന്റെ സംരക്ഷണ ഭിത്തിക്കും വീടിനും ഭീഷണി നേരിടുന്നതായി പരാതി. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വുഡ്പെക്കർ ഫർണിഷിംഗ് ആൻഡ് കട്ടപ്പന ബെഡ് സെന്റർ, ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, കട്ടപ്പന. പുത്തൻവീട്ടിൽ മാരിച്ചാമിയും ഭാര്യ അരുൾ ജ്യോതിയുമാണ് പരാതിക്കാർ. ഇത് സംബന്ധിച്ച് പോലീസിനും റവന്യൂ അധികൃതർക്കും പരാതി നൽകിയിട്ടും നടപടി സ്വീകരിക്കുന്നില്ലെന്ന് ഇവർ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. നിയമപരമായ അനുമതി വാങ്ങാതെയും തന്റെ നിരക്ഷേപ പത്രം വാങ്ങാതെയുമാണ് അയൽവാസി പാറ പൊട്ടിക്കുന്നതെന്ന് മാരിച്ചാമി പറഞ്ഞു. മുരുകൻചോളം താമസിക്കുന്നതാണ്. ഞാൻ അവിടെ 35 വർഷം താമസിക്കുന്ന സ്ഥലമാണ്. ഒരു 60 അടി നീളം കെട്ടുണ്ട്. ആ കെട്ടിന് ഇപ്പോൾ 3 പ്രാവശ്യം അത് പോയി. എനിക്ക് എല്ലാ പ്രാവശ്യം ഈ അയൽവക്കത്തുകാർ എപ്പോഴും നമ്മളെ വീട്ടിൽ അതിന് മാന്തനാണ്. അപ്പോൾ ഇപ്പം 3 പ്രാവശ്യം മാറ്റി ഇപ്പോൾ വീണ്ടും ഇപ്പോൾ ലാസ്റ്റ് ഒരു പ്രാവശ്യം മാറ്റി നാം മടുത്ത് കെട്ടി മടുത്ത്. അതിനാണ് ഇവിടെ വന്ന് നാം പരാതിയായിട്ട് കൊടുക്കുന്നു. പിന്നെ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു, വില്ലേജിൽ കൊടുത്തു, പഞ്ചായത്തിൽ കൊടുത്തു. ഇതുവരെ വന്നിട്ടില്ല. തുടർച്ചയായി പാറ പൊട്ടിക്കുകയും ഇതിനായി മണ്ണ് നീക്കം ചെയ്യുകയും ചെയ്തതോടെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു പോയിരുന്നു. പരാതി നൽകിയിട്ടും നടപടി സ്വീകരിക്കാതെ വന്നതിനെ തുടർന്ന് 1 ലക്ഷം രൂപയോളം മുടക്കി മാരിച്ചാമി മതിൽക്കെട്ട് പുനർനിർമ്മിച്ചു. ഇതിനിടെ ഈ മാസം ആദ്യം അയൽവാസി വീണ്ടും മതിലിനോട് ചേർന്ന് പാറ പൊട്ടിക്കാൻ ആരംഭിച്ചു. പോലീസിലും വില്ലേജിലും പരാതി നൽകിയെങ്കിലും ആരും തിരിഞ്ഞു നോക്കിയില്ലെന്ന് ഇവർ പറഞ്ഞു. പാറ പൊട്ടിക്കുന്നത് ചോദ്യം ചെയ്താൽ അസഭ്യവർഷം പതിവാണെന്നും ഈ കുടുംബം പറയുന്നു. തങ്ങൾക്ക് അധികാരികളിൽ നീതി ലഭിക്കണമെന്നാണ് നിർധനരായ ഈ കുടുംബത്തിന്റെ ആവശ്യം. ഇടുക്കി ലൈവ് ന്യൂസ്, നെടുങ്കണ്ടം. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് എല്ലാ ഫർണിച്ചറുകൾക്കും വൻ വിലക്കുറവ്. 4 നിലകളിലായി മികച്ച കളക്ഷൻസ്. ബെഡുകൾക്കായി പ്രത്യേക വിഭാഗം. 2400 രൂപ മുതൽ ഗ്യാരണ്ടി ബെഡുകൾ. EMI സൗകര്യം ലഭ്യമാണ്. വുഡ്പെക്കർ ഫർണിഷിംഗ് ആൻഡ് കട്ടപ്പന ബെഡ് സെന്റർ, ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, കട്ടപ്പന.